നമ്മൾ നോക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്റർ സ്വാതന്ത്ര്യത്തിനായുള്ള ബഹുജന മുന്നേറ്റം എന്ന ചാപ്റ്ററാണ്. ഇനി വരുന്ന എക്സാംസിന് ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ടെസ്റ്റിന്റെ ആദ്യ ഭാഗത്ത് തന്നെ മഹത്തായ വിചാരണ എന്ന് പറയുന്ന ഒരു ഹെഡിങ്ങിനാണ് തുടങ്ങുന്നത്. ഗവൺമെന്റ് സർക്യൂട്ട് ഹൗസ്, അഹമ്മദാബാദ്, മാർച്ച് 18, 1922. സെക്ഷൻസ് ജഡ്ജ് ജസ്റ്റിസ് CM ബ്രൂംഫീൽഡിന് മുമ്പാകെ ഒരു വിചാരണ നടന്നു. ആ വിചാരണയെക്കുറിച്ചാണ് ആദ്യം തന്നെ പാഠഭാഗത്ത് പറയുന്നത്. അപ്പം എന്നാണ് വിചാരണ നടന്നത്? 1922 മാർച്ച് 18. 1922 മാർച്ച് 18 എവിടെയാണ് വിചാരണ നടന്നത്? അഹമ്മദാബാദിലാണ് വിചാരണ നടന്നത്. ആരായിരുന്നു ജസ്റ്റിസ്? ആരായിരുന്നു? CM ബ്രൂംഫീൽഡ് ആയിരുന്നു ജസ്റ്റിസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്നാൽ നമ്മുടെ മുകളിലൊരു ബോക്സ് തന്നിട്ടുണ്ട്. നമുക്ക് ആ ബോക്സ് ആവശ്യമില്ല. അതിന്റെ സോഴ്സ് നമ്മൾ പഠിക്കണം. ലൂയിസ് ഫിഷറിൻ്റെതാണ് ദ ലൈഫ് ഓഫ് മഹാത്മാഗാന്ധി. അപ്പൊ ദ ലൈഫ് ഓഫ് മഹാത്മാഗാന്ധി എന്ന ടെക്സ്റ്റ് എഴുതിയത് ആരാണ്? ലൂയിസ് ഫിഷർ ആണ്. ദ ലൈഫ് ഓഫ് മഹാത്മാഗാന്ധി എന്ന ടെക്സ്റ്റ് എഴുതിയത് ആരാണ്? ലൂയിസ് ഫിഷർ ആണ്. ഇത് ദക്ഷിണാഫ്രിക്ക എന്ന രാഷ്ട്രീയ കളരി. ഗാന്ധി എന്ന രാഷ്ട്രീയ നേതാവിനെ രൂപപ്പെടുത്തിയത് ദക്ഷിണാഫ്രിക്കയായിരുന്നു. അപ്പൊ ഗാന്ധി എന്ന രാഷ്ട്രീയ നേതാവിനെ രൂപപ്പെടുത്തിയത് ആരാണ്? ദക്ഷിണാഫ്രിക്കയാണ്. ഗാന്ധി എന്ന രാഷ്ട്രീയ നേതാവിനെ രൂപപ്പെടുത്തിയത് ദക്ഷിണാഫ്രിക്കയാണ്. 20 വർഷക്കാലം ഗാന്ധിജി എവിടെ ഉണ്ടായിരുന്നു? ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടായിരുന്നു. 20 വർഷക്കാലമാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടായിരുന്നത്. ഗാന്ധിജി ആരുടെ കേസ് വാദിക്കാനാണ് ദക്ഷിണാഫ്രിക്കയ്ക്ക് പോയത്? ദാദാ അബ്ദുള്ള ജവേരി എന്ന ഗുജറാത്തി കുടിയേറ്റ കച്ചവടക്കാരന്റെ കേസുമായിട്ടാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയ്ക്ക് പോയത്. അപ്പൊ ഗാന്ധി എന്ന രാഷ്ട്രീയ നേതാവിനെ രൂപപ്പെടുത്തിയത് ആരാണ്? ദക്ഷിണാഫ്രിക്കയാണ്. 20 വർഷക്കാലം ഗാന്ധിജി എവിടെ ചിലവഴിച്ചു? ദക്ഷിണാഫ്രിക്കയിൽ ചിലവഴിച്ചു. ദാദാ അബ്ദുള്ള ജവേരി എന്ന ഗുജറാത്തി കുടിയേറ്റ കച്ചവടക്കാരന്റെ നിയമസഹായിയായിട്ടാണ് ഗാന്ധിജി എവിടെ എത്തിയത്? ദക്ഷിണാഫ്രിക്കയിൽ എത്തിയത്. അഹിംസയിൽ അധിഷ്ഠിതമായ തന്റെ സമര സത്യാഗ്രഹ രീതി ഗാന്ധിജി രൂപം കൊടുത്തത് ദക്ഷിണാഫ്രിക്കയിൽ വെച്ചാണ്. അപ്പോൾ എവിടെ വെച്ചാണ് ഗാന്ധിജി അഹിംസയിൽ അധിഷ്ഠിതമായ സത്യാഗ്രഹ സമര രീതിക്ക് രൂപം കൊടുത്തത്? ദക്ഷിണാഫ്രിക്കയിൽ വെച്ചാണ്. 1915 അദ്ദേഹം ഇന്ത്യയിൽ തിരിച്ചെത്തി. അപ്പോൾ ഗാന്ധിജി എന്നാണ് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയത്? 1915. ഡേറ്റ് വിത്ത് പറയുകയാണെങ്കിൽ ജനുവരി 9 ഈ ജനുവരി 9 നമ്മൾ ഏത് ദിനമായി ആചരിക്കും? പ്രവാസി ഭാരതീയ ദിവസമായി ആചരിക്കും. 1915 എന്ത് ചെയ്തു? ഗാന്ധിജി ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി. 1919 മുതലാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള സമരങ്ങൾ ഇന്ത്യയിൽ മുന്നേറുന്നത്. 1919 മുതലാണ് ഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ ഇടപെടാനായിട്ട് തുടങ്ങുന്നത്. ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതാവായതോടെ കർഷകർ, തൊഴിലാളികൾ, സ്ത്രീകൾ, വിദ്യാർത്ഥികൾ തുടങ്ങിയ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾ സമരത്തിൽ സജീവതയായി. അപ്പൊ ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിൽ വന്ന സമയത്ത് വേറെ ആരൊക്കെ വന്നു? കർഷകരുണ്ടായിരുന്നു, തൊഴിലാളികള്, സ്ത്രീകള്, വിദ്യാർത്ഥികൾ, അങ്ങനെ സമൂഹത്തിന്റെ വിവിധ വിഭാഗത്തിൽ നിന്നുള്ളവരൊക്കെ എന്തിലോട്ട് വന്നു? സമരങ്ങളിൽ സജീവരാകാനായി തുടങ്ങി. അടുത്ത് ഗാന്ധിജി സമര പ്രസ്ഥാനത്തിന് മുന്നോട്ട് വെച്ചത് ചമ്പാരൻ മുതൽ കേത വരെയുള്ള സമരത്തിനാണ് ആദ്യമായിട്ട് ഗാന്ധിജി നേതൃത്വം കൊടുത്തത്. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തിയ ഗാന്ധിജി ആദ്യം ശ്രദ്ധ പതിപ്പിച്ചത് പ്രാദേശിക സമരങ്ങൾക്കായിരുന്നു. അപ്പൊ ഗാന്ധിജി എന്താണ്? ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് വന്നിട്ട് ആദ്യം പ്രാദേശിക സമരങ്ങൾക്കായിരുന്നു നേതൃത്വം കൊടുത്തത്. 1917 ബീഹാറിലെ ചമ്പാരൻ ജില്ലയിലെ നിലം കർഷകരുടെ പ്രശ്നത്തിൽ അദ്ദേഹം ഇടപെട്ടു. എവിടെയാണ്? 1917 ബീഹാറിലാണ്, ചമ്പാരൻ ജില്ലയിലാണ് നിലം കർഷകരുടെ പ്രശ്നത്തിലാണ് ആരിടപെട്ടത്? ഗാന്ധിജി ഇടപെട്ടത്. 1917 ചമ്പാരൻ എവിടെയാണ്? ബീഹാറിലാണ്. ചമ്പാരനിലെ സ്വദേശിയായ രാജ്കുമാർ ശുക്ലയുടെ പ്രേരണയിലാണ് അദ്ദേഹം അവിടെ എത്തിയത്. ആരുടെ പ്രേരണയിലാണ് ഗാന്ധിജി ചമ്പാരനിലെത്തിയത്? രാജ്കുമാർ ശുക്ലയുടെ പ്രേരണയിലാണ് അദ്ദേഹം എവിടെ എത്തിയത്? ചമ്പാരനിലെത്തിയത്. ചമ്പാരനിലെ ആർക്കെതിരെയുള്ള പ്രശ്നങ്ങളാണ്? നീലം കർഷകർ നേരിട്ടുകൊണ്ടിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ്. നീലം കർഷകരെ യൂറോപ്യന്മാരായ തോട്ടമുടമകൾ എന്ത് ചെയ്തുകൊണ്ടിരുന്നു?
ചൂഷണം ചെയ്തുകൊണ്ടിരുന്നു. നീലം കർഷകരെ യൂറോപ്യന്മാരായ തോട്ടം തൊഴിലാളികൾ ചൂഷണം ചെയ്തുകൊണ്ടിരുന്നു. 1918 ഗുജറാത്തിലെ അഹമ്മദാബാദ് തുണിമിൽ തൊഴിലാളികളുടെ സമരത്തിൽ ഗാന്ധിജി പങ്കാളിയായി. 1918 എന്താണ് ഗാന്ധിജി ഏത് സമരത്തിലാണ്? അഹമ്മദാബാദ് തുണിമിൽ തൊഴിലാളികളുടെ സമരത്തിലാണ് പങ്കാളിയായത്. 1918 എവിടെയാണ് സ്ഥലം? ഗുജറാത്താണ്. ഗുജറാത്തിലാണ് അഹമ്മദാബാദ് തുണിമിൽ സമരം നടന്നത്. എന്തിനു വേണ്ടിയാണ് അഹമ്മദാബാദ് തുണിമിൽ സമരം നടന്നത്? വേതന വർധനവ് ആവശ്യപ്പെട്ടായിരുന്നു. വേതന വർധനവ് ആവശ്യപ്പെട്ട് നടന്ന സമരം ഏതാണ്? അഹമ്മദാബാദ് തുണിമിൽ സമരം. എന്നാണ് നടന്നത്? 1918 നടന്നത്. 1918 ഗുജറാത്തിൽ തന്നെ കേദയിൽ കർഷകർക്ക് വേണ്ടി ഗാന്ധി സമരം നടത്തി. അത് കഴിഞ്ഞ് 1918 തന്നെ രണ്ടാമതൊരു സമരം കൂടി നടത്തി. എവിടെയാണ്? ഗുജറാത്തിലെ കേദയിൽ. ഗുജറാത്തിലെ കേദയിൽ എന്തിനു വേണ്ടിയിട്ടാണ് സമരം നടത്തിയത്? കർഷകർക്ക് വേണ്ടിയിട്ടാണ് സമരം നടത്തിയത്. പ്രകൃതിക്ഷോഭം മൂലം കൃഷിനാശം ഉണ്ടായ കേദയിൽ കർഷകർക്ക് നികുതി അടയ്ക്കാൻ കഴിഞ്ഞിരുന്നില്ല. നികുതി ഇളവ് ആവശ്യപ്പെട്ടാണ് കർഷക സമരം തുടങ്ങിയത്. 18 ഗുജറാത്തിലെ കേദ എന്തിനു വേണ്ടിയിട്ടാണ്? നികുതി ഇളവ് ആവശ്യപ്പെട്ടാണ്. എന്നാൽ 1918 ഗുജറാത്തിലെ അഹമ്മദാബാദിൽ എന്തിനു വേണ്ടിയിട്ടാണ്? തുണിമിൽ തൊഴിലാളികളുടെ സമരത്തിലാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇനി അടുത്ത നമുക്ക് പാർട്ടിലോട്ട് കടക്കാം. ഒന്നാം ലോക യുദ്ധവും ഇന്ത്യയും. 1914 മുതൽ 18 വരെയാണ് ഒന്നാം ലോക യുദ്ധം നടന്നത്. എന്നാണ്? 1914 മുതൽ 18 വരെയാണ് ഒന്നാം ലോക യുദ്ധം നടന്നത്. ഒന്നാം ലോക യുദ്ധത്തിൽ ഇന്ത്യയിൽ വലിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചിരുന്നു. അപ്പൊ ഒന്നാം ലോക യുദ്ധം എന്താണ്? ഇന്ത്യയിൽ വലിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചിരുന്നു. യുദ്ധത്തിന്റെ പേരിൽ ജനങ്ങളുടെ മേൽ അധിക നികുതി ചുമത്തപ്പെട്ടു. അപ്പോൾ എന്താണ് സംഭവിച്ചത്? ഒന്നാം ലോക യുദ്ധം ഉണ്ടായതിന്റെ പേരിൽ ജനങ്ങളുടെ മേൽ എന്ത് ചെയ്തു? അധിക നികുതി ചുമത്തപ്പെട്ടു. രണ്ടാമത്തെ റീസൺ എന്താണ്? സൈനികരുടെ ആവശ്യത്തിനായി വൻതോതിൽ ധാന്യങ്ങൾ കയറ്റുമതി ചെയ്തത് ഭക്ഷ്യക്ഷാമത്തിന് ഇടയാക്കി. സൈനികരുടെ ആവശ്യത്തിനായി എന്ത് ചെയ്തു? വൻതോതിൽ ധാന്യങ്ങൾ കയറ്റുമതി ചെയ്തത് ഭക്ഷ്യക്ഷാമത്തിന് ഇടയാക്കി. അപ്പോൾ യുദ്ധത്തിന്റെ പേരിൽ ജനങ്ങളുടെ മേൽ അധിക നികുതി ചുമത്തപ്പെട്ടു. പിന്നെ രണ്ടാമത്തെ റീസൺ, സൈനികരുടെ ആവശ്യത്തിനായി വൻതോതിൽ എന്ത് ചെയ്തു? ധാന്യങ്ങൾ കയറ്റുമതി ചെയ്തു. സൈനികരുടെ ആവശ്യത്തിനായി വൻതോതിൽ എന്ത് ചെയ്തു? ധാന്യങ്ങൾ കയറ്റുമതി ചെയ്തു. അക്കാലത്തെ വിളനാശവും പകർച്ചവ്യാധിയും സ്ഥിതി കൂടുതൽ ദുരിതപൂർണമാക്കി. നിരവധി പേർ ക്ഷാമം മൂലം മരണപ്പെട്ടു. യുദ്ധത്തിന്റെ പേരിൽ ജനങ്ങളുടെ മേൽ അധിക നികുതി ചുമത്തി. സൈനികരുടെ ആവശ്യത്തിനായി വൻതോതിൽ ധാന്യങ്ങൾ കയറ്റുമതി ചെയ്തു. അക്കാലത്തെ വിളനാശവും പകർച്ചവ്യാധിയും സ്ഥിതി കൂടുതൽ ദുരിതപൂർണമാക്കി. നിരവധി പേർ എന്ത് ചെയ്തു? ക്ഷാമം കാരണം മരണപ്പെടുകയും ചെയ്തു. ഇതൊക്കെയാണ് ഒന്നാം ലോക യുദ്ധം ഇന്ത്യയിൽ വലിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ എന്ന് പറയുന്നത്. അടിച്ചമർത്തലുകൾക്കെതിരായ പോരാട്ടമാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. ഒന്നാം ലോക യുദ്ധാനന്തരം ശക്തി പ്രാപിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ അടിച്ചമർത്താനായി ബ്രിട്ടീഷ് ഭരണകൂടം ചില നടപടികൾ സ്വീകരിച്ചു. അപ്പം ഈ ഒന്നാം ലോക യുദ്ധം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ത് ചെയ്തു? ഇന്ത്യയിലെ ജനത കുറച്ചുകൂടി ശക്തി പ്രാപിച്ചു. അപ്പം നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ അടിച്ചമർത്താനായിട്ട് ബ്രിട്ടീഷ് ഭരണകൂടം എന്ത് ചെയ്തു? ചില നടപടികൾ സ്വീകരിച്ചു. 1919 റൗലറ്റ് നിയമം നടപ്പിലാക്കി. 1919 എന്ത് നടപ്പിലാക്കി? റൗലറ്റ് നിയമം നടപ്പിലാക്കി. റൗലറ്റ് നിയമത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? വാറന്റ് ഇല്ലാതെ ആരെയും അറസ്റ്റ് ചെയ്യാൻ പറ്റും. റൗലറ്റ് നിയമപ്രകാരം വാറന്റ് ഇല്ലാതെ ആരെയും അറസ്റ്റ് ചെയ്യാം. രണ്ടാമത്തെ കാരണം എന്താണ്? വിചാരണ കൂടാതെ ആരെയും ജയിലിലാക്കാം. വിചാരണ കൂടാതെ ആരെയും ജയിലിലാക്കാം. ഒന്നാമത്തത് വാറന്റ് ഇല്ലാതെ ആരെയും അറസ്റ്റ് ചെയ്യാം. വിചാരണ കൂടാതെ ആരെയും ജയിലിൽ അടയ്ക്കാം. പൗരാവകാശങ്ങളെ തടയുന്ന ഈ നിയമത്തിനെതിരെ 1919 ഏപ്രിൽ 6 ഗാന്ധിജി ഒരു ദേശീയ ഹർത്താലിനെ ആഹ്വാനം ചെയ്തു. എന്താണ് സംഭവിച്ചത്? റൗലറ്റ് നിയമത്തിനെതിരെ ഗാന്ധിജി ദേശീയ ഹർത്താലിനെ ആഹ്വാനം ചെയ്തത് എന്നാണ്? 1919 ഏപ്രിൽ 6. എന്താണ്? പൗരത്വ നിയമങ്ങളെ തടയുന്ന ഒരു നിയമമായിരുന്നു റൗലറ്റ് നിയമം. ഈ റൗലറ്റ് നിയമത്തിനെതിരെ 1919 ഏപ്രിൽ 6 ഗാന്ധിജി ദേശീയ ഹർത്താലിനെ ആഹ്വാനം ചെയ്തത്. ഇതിന്റെ പ്രചാരണത്തിനായി ഗാന്ധി എന്ത് രൂപീകരിച്ചു? സത്യാഗ്രഹ സഭ രൂപീകരിച്ചു. അപ്പൊ ഗാന്ധി സത്യാഗ്രഹ സഭ രൂപീകരിച്ചത് ഏതുമായി ബന്ധപ്പെട്ടാണ്? റൗലറ്റ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ്. എന്നാണ് ദേശീയ ഹർത്താലിന് ആഹ്വാനം ചെയ്തത്? 1919 ഏപ്രിൽ 6. ഹർത്താലിന്റെ വലിയ ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു. റൗലറ്റ് നിയമത്തിനെതിരെയുള്ള സത്യാഗ്രഹത്തിനെതിരെയുള്ള ഹർത്താലിൽ വലിയ ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു. ഏറ്റവും വിസ്മയാവഹമായ കാഴ്ച എന്നാണ് ഈ ദേശീയ ഹർത്താലിനെ ഗാന്ധിജി വിശേഷിപ്പിച്ചത്. ഏറ്റവും വിസ്മയാവഹമായ കാഴ്ച എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ദേശീയ ഹർത്താലിനെയാണ്. ദേശീയ ഹർത്താലിനെ ഏതിനെതിരെയുള്ള ദേശീയ ഹർത്താലിനെയാണ്? റൗലറ്റ് നിയമത്തിനെതിരെയുള്ള ദേശീയ ഹർത്താലിനെയാണ് ഗാന്ധിജി
ഏറ്റവും വിസ്മയാവഹമായ കാഴ്ച എന്ന് വിശേഷിപ്പിച്ചത്. പഞ്ചാബ്, ലാഹോർ എന്നിവിടങ്ങളിൽ റൗലറ്റ് നിയമത്തിനെതിരെ സമരം വളരെ ശക്തമായിരുന്നു. പഞ്ചാബിലും ലാഹോറിലും റൗലറ്റ് നിയമത്തിനെതിരെ സമരങ്ങൾ വളരെ ശക്തമായിരുന്നു. പഞ്ചാബിലെ ജനകീയ നേതാവായ ആരൊക്കെയാണ്? സത്യപാലും ഡോക്ടർ സെയ്ഫുദ്ദീൻ കിച്ലു എന്നിവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. ആരൊക്കെയാണ് ജയിലിലടച്ചത്? പഞ്ചാബിലെ ജനകീയ നേതാക്കളായിരുന്ന രണ്ടുപേരും, സത്യപാലും സെയ്ഫുദ്ദീൻ കിച്ലു എന്നിവരെയാണ് ജയിലിലടച്ചത്. അമൃത്സറിൽ എന്ത് വന്നു? പട്ടാള നിയമം പ്രഖ്യാപിക്കുകയും ചെയ്തു. റൗലറ്റ് നിയമത്തോടനുബന്ധിച്ച് പട്ടാള നിയമം പ്രഖ്യാപിച്ചത് എവിടെയാണ്? അമൃത്സറിലാണ് പട്ടാള നിയമം പ്രഖ്യാപിച്ചത്. നമുക്കിവിടെ പടം കാണാം അല്ലേ? ജാലിയൻ വാലാബാഗിൽ വെടിവയ്പ്പിന്റെ ഫലമായിട്ട് ചുമരുകളിൽ ഉണ്ടായ ദ്വാരങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ദേശീയ നേതാക്കളുടെ അറസ്റ്റിൽ പ്രതിഷേധിക്കാൻ 1919 ഏപ്രിൽ 13 അമൃത്സറിലെ ജാലിയൻ വാലാബാഗ് മൈതാനത്ത് നടത്തിയ പൊതുയോഗത്തിൽ എത്തിയവർക്കെതിരെ സൈനിക ഉദ്യോഗസ്ഥനായ ജനറൽ റെജിനാൾഡ് ഡയറിന്റെ ഉത്തരവ് പ്രകാരം ബ്രിട്ടീഷ് പട്ടാളം വെടിവയ്പ് നടത്തി. അപ്പം എന്ത് സംഭവിച്ചു? പഞ്ചാബില് ജനകീയ നേതാക്കളായിരുന്നു സത്യപാലും സെയ്ഫുദ്ദീൻ കിച്ലു. ഈ സത്യപാലിനെയും സെയ്ഫുദ്ദീൻ കിച്ലുവിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിക്കാനായിട്ട് ജനങ്ങൾ എവിടെ ഒത്തുകൂടി? ജാലിയൻ വാലാബാഗിൽ ഒത്തുകൂടി. എന്നാണ് ഒത്തുകൂടിയത്? 1919 ഏപ്രിൽ 13 ഒത്തുകൂടിയത്. 1919 ഏപ്രിൽ 13 ഒത്തുകൂടിയ ഈ ജനങ്ങളെ എന്ത് സംഭവിച്ചു? ജനങ്ങൾക്കെതിരെ സൈനിക ഉദ്യോഗസ്ഥനായ ജനറൽ റെജിനാൾഡ് ഡയറിന്റെ ഉത്തരവ് പ്രകാരം. ആരാണ്? ജനറൽ റെജിനാൾഡ് ഡയർ എന്ന സൈനിക ഉദ്യോഗസ്ഥനായ ജനറൽ റെജിനാൾഡ് ഡയറിന്റെ ഉത്തരവ് പ്രകാരം എന്ത് ചെയ്യുന്നു? ബ്രിട്ടീഷ് പട്ടാളം വെടിവെച്ചു. ഒരൊറ്റ പ്രവേശന കവാടം മാത്രമേ എന്തിനുണ്ടായിരുന്നുള്ളൂ? ജാലിയൻ വാലാബാഗിന് ഉണ്ടായിരുന്നുള്ളൂ. ഈ വെടിവെയ്പ്പ് 10 മിനിറ്റ് നേരം തുടർന്ന ഈ വെടിവെയ്പ്പിൽ സർക്കാർ രേഖപ്രകാരം എത്ര പേര് കൊല്ലപ്പെട്ടു? 379 പേര് കൊല്ലപ്പെട്ടു. എത്ര പേരാണ് കൊല്ലപ്പെട്ടത്? 379 പേരാണ് കൊല്ലപ്പെട്ടത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ കുറിച്ച് അന്വേഷിക്കാൻ ഗവൺമെന്റ് നിയമിച്ച കമ്മീഷനാണ് ആരെന്ന് പറയുന്നത്? ഹണ്ടർ കമ്മീഷൻ. ജാലിയൻ വാലാബാഗ് ഉൾപ്പെടെയുള്ള സംഭവത്തെ പറ്റി അന്വേഷിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ്, ഏത് ഗവൺമെന്റാണ്? ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയമിച്ച കമ്മീഷൻ ഏതായിരുന്നു? ഹണ്ടർ കമ്മീഷൻ. ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്, ഇമ്പോർട്ടന്റ് ആണ്. ജാലിയൻ വാലാബാഗ് ഉൾപ്പെടെയുള്ള സംഭവത്തെ പറ്റി അന്വേഷിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയമിച്ച കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ. എന്താണ് ഖിലാഫത്ത്? ഒന്നാം ലോക യുദ്ധത്തിലെ വിജയികൾ പരാജയപ്പെട്ട തുർക്കിയുമായി സെബ്രേസ് ഉടമ്പടി ഒപ്പുവെച്ചു. ഒന്നാം ലോക യുദ്ധത്തിൽ വിജയികൾ എന്ത് ചെയ്തു? പരാജയപ്പെട്ട തുർക്കി. ഒന്നാം ലോക യുദ്ധത്തിൽ പരാജയപ്പെട്ടതാരാണ്? തുർക്കിയാണ്. ഈ തുർക്കിയുമായിട്ട് ഒപ്പുവെച്ചത് ഉടമ്പടിയാണ് സെബ്രസ് ഉടമ്പടി. സെബ്രസ് ഉടമ്പടി ആരുമായി ഒപ്പുവെച്ചതാണ്? ഒന്നാം ലോക യുദ്ധത്തിലെ വിജയികൾ തുർക്കിയുമായി ഒപ്പുവെച്ച ഉടമ്പടി ഏതെന്ന് ചോദിക്കാം. സെബ്രസ് ഉടമ്പടിയാണ്. എന്താണ് ഖിലാഫത്ത് എന്ന് പറഞ്ഞാൽ? തുർക്കി ഭരണാധികാരിയും ഇസ്ലാമിക ലോകത്തിന്റെ ആത്മീയ നേതാവുമായി കണക്കാക്കിയിരുന്നത് ഖലീഫയായിരുന്നു. ആരെയായിരുന്നു? ഖലീഫ. തുർക്കി ഭരണാധികാരിയുമായിരുന്നു, ഇസ്ലാമിക മത ലോകത്തിന്റെ ആത്മീയ നേതാവുമായിരുന്നു ഖലീഫ എന്ന് പറയുന്നത്. പല അധികാരങ്ങളും എന്ത് ചെയ്തു? ഈ ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞതോടെ ഖലീഫയുടെ പല അധികാരങ്ങളും ഇല്ലാതായി. ഖലീഫയുടെ അധികാരങ്ങൾ പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ചത്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ചത്? ഖലീഫയുടെ അധികാരങ്ങൾ പുനഃസ്ഥാപിക്കുക. ഖലീഫയുടെ അധികാരങ്ങൾ പുനഃസ്ഥാപിക്കാൻ എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ചതാണ് ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഹിന്ദു മുസ്ലിം ഐക്യം ശക്തിപ്പെടുത്തണമെന്ന് ഗാന്ധിജി മനസ്സിലാക്കി. അപ്പൊ ഇതൊക്കെ സംഭവിച്ചപ്പോൾ ഗാന്ധി എന്ത് വിചാരിച്ചു? ഹിന്ദു മുസ്ലിം ഐക്യം ശക്തിപ്പെടുത്തണമെന്ന് ഗാന്ധിജി മനസ്സിലാക്കി. ഈ ലക്ഷ്യത്തോടെ ഗാന്ധിജി എന്തിന് നേതൃത്വം കൊടുത്തു? ഖിലാഫത്ത് പ്രശ്നം ഏറ്റെടുക്കാൻ നേതൃത്വം കൊടുത്തു. ഹിന്ദു മുസ്ലിം ഐക്യം ശക്തിപ്പെടുത്തണമെന്ന് ഗാന്ധിജി മനസ്സിലാക്കി. ഈ ലക്ഷ്യത്തോടെ ഗാന്ധിജി ഖിലാഫത്ത് പ്രശ്നം ഏറ്റെടുത്തു. മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി ആയിരുന്നു ഇന്ത്യയിലെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. ആരൊക്കെയാണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്? മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി. ഇമ്പോർട്ടന്റ് ആയിട്ടും ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിൽ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും ആയിരുന്നു. നിസ്സഹകരണത്തിലൂടെ ഒരു പോരാട്ടം. ഖിലാഫത്ത് കമ്മിറ്റിയുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ ആക്രമണരഹിതമായ ഒരു നിസ്സഹകരണ സമരം ആരംഭിച്ചു. അപ്പം ആക്രമണങ്ങളൊന്നും ഇല്ലാത്ത ഒരു നിസ്സഹകരണ സമരം ആരുടെയൊക്കെ നേതൃത്വത്തിൽ? ഖിലാഫത്ത് കമ്മിറ്റിയുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ ആരംഭിച്ചു. എന്തൊക്കെയായിരുന്നു അവർ മുന്നോട്ട് വെച്ച ആശയങ്ങൾ എന്ന് പറയുന്നത്? നിസ്സഹകരണ സമരത്തിന്റെ രീതികൾ എന്തൊക്കെയായിരുന്നു? ബ്രിട്ടീഷ് ഭരണകൂടം നൽകിയ പദവികൾ തിരിച്ചു നൽകുക, സർക്കാർ ഉദ്യോഗങ്ങൾ രാജിവെക്കുക, അഭിഭാഷകർ കോടതികൾ ബഹിഷ്കരിക്കുക, വിദ്യാർത്ഥികൾ ബ്രിട്ടീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക, വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക. ഇതൊക്കെയായിരുന്നു നിസ്സഹകരണ സമരത്തിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്.
നിയമനിർമ്മാണ സഭകൾ ബഹിഷ്കരിക്കുക. ഇത്രയും നിസ്സഹകരണ സമരത്തിന്റെ രീതികളായിരുന്നു. സാമുദായിക സൗഹാർദ്ദം ശക്തിപ്പെടുത്തുക, സ്വദേശി വസ്തുക്കൾ ഉപയോഗിക്കുക, ഖാദി പ്രചരിപ്പിക്കുക, ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക എന്നിവയും സമരകാലത്തെ പരിപാടികളായിരുന്നു. നിസ്സഹകരണ സമരത്തില് ബഹിഷ്കരണവും ഉണ്ടായിരുന്നു, പിന്നെന്താണ്, നിർമ്മാണവും ഉണ്ടായിരുന്നു. ഹിന്ദു സ്വരാജ് എന്ന് നോക്കാം. ഗാന്ധിജി രചിച്ച ഒരു പുസ്തകമാണ് എന്തെന്ന് പറയുന്നത് ഹിന്ദു സ്വരാജ്. ഗാന്ധിജിയുടെ പുസ്തകമാണ് ഹിന്ദു സ്വരാജ്. 1909 ഹിന്ദു സ്വരാജ് പ്രസിദ്ധീകരിച്ചത്. ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഹിന്ദു സ്വരാജ് ആരുടെ പുസ്തകമാണ്? ഗാന്ധിജിയുടെ പുസ്തകമാണ്. 1909 ഗാന്ധി ഹിന്ദു സ്വരാജ് പ്രസിദ്ധീകരിച്ചത്. ഗാന്ധിജി ഇപ്രകാരം വിശദീകരിച്ചു. ഹിന്ദു സ്വരാജിൽ എന്താണ് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തെ കുറിച്ച് ഗാന്ധിജി എങ്ങനെയാണ് വിശദീകരിച്ചത്? ഇന്ത്യക്കാരുടെ സഹകരണത്തിലൂടെയാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം നിലവിൽ വന്നത്. അപ്പോൾ ഇന്ത്യക്കാരുടെ സഹകരണത്തിലൂടെയാണ് ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിൽ നിലവിൽ വന്നത്. അത് നിലനിൽക്കുന്നതും ഇന്ത്യൻ സഹകരണം കൊണ്ടാണ്. അപ്പോൾ ഇന്ത്യൻ സഹകരണം കാരണമാണ് ബ്രിട്ടീഷ് ഭരണം ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇന്ത്യക്കാർ സഹകരിച്ചാൽ ബ്രിട്ടീഷ് ഭരണം 1 വർഷം കൊണ്ട് അവസാനിക്കുകയും സ്വരാജ് നിലവിൽ വരികയും ചെയ്യും. ഹിന്ദു സ്വരാജ് എന്നതുകൊണ്ട് ഗാന്ധിജി ഉദ്ദേശിച്ചത് ഇന്ത്യയുടെ സ്വയംഭരണം എന്നതാണ്. ഹിന്ദു സ്വരാജ് എന്നുകൊണ്ട് ഗാന്ധിജി ഉദ്ദേശിച്ചത് എന്തെന്ന് ചോദിക്കാം. ഇന്ത്യയുടെ സ്വയംഭരണമാണ് ഹിന്ദു സ്വരാജ് കൊണ്ട് ഗാന്ധിജി ഉദ്ദേശിച്ചത്. അടുത്ത് നിസ്സഹകരണ സമരവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നടന്നു? ബഹിഷ്കരണങ്ങൾ നടന്നു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ഓരോരുത്തരും ബഹിഷ്കരിച്ച കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. സ്ത്രീകൾ എന്ത് ചെയ്തു? വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണം. വിദേശ വസ്തുക്കളെല്ലാം ബഹിഷ്കരിച്ചു. വിദേശ തുണിത്തരങ്ങൾ ശേഖരിച്ച് കത്തിക്കൽ തുടങ്ങിയ സമരരീതികൾ ആര് പങ്കാളിയായി? സ്ത്രീകൾ പങ്കാളിയായി. വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണം, വിദേശ തുണിത്തരങ്ങൾ ശേഖരിച്ച് കത്തിക്കൽ. അടുത്ത തൊഴിലാളികൾ എങ്ങനെയാണ് പങ്കാളികളായത്? നിസ്സഹകരണ സമരത്തോട് തൊഴിലാളികളുടെ പ്രതികരണവും സജീവമായിരുന്നു. മദ്രാസിലെ ബെക്കിംഗ്ഹാം കർണാടിക് തുണിമിൽ തൊഴിലാളികൾ, ആസാമിലെ തോട്ടം തൊഴിലാളികൾ, ആസാം ബംഗാൾ റെയിൽവേ തൊഴിലാളികൾ തുടങ്ങിയവർ പണിമുടക്കി സമരത്തോട് സഹകരിച്ചു. എങ്ങനെയൊക്കെയാണ് തൊഴിലാളികൾ? മദ്രാസിലെ ബെക്കിംഗ്ഹാമും കർണാടിക് തുണിമിൽ തൊഴിലാളികളും, ആസാമിലെ തോട്ടം തൊഴിലാളികൾ, മദ്രാസിലെ ബെക്കിംഗ്ഹാം കർണാടിക് തുണിമിൽ തൊഴിലാളികൾ, ആസാം ബംഗാൾ റെയിൽവേ തൊഴിലാളികൾ ഇവരൊക്കെ എന്ത് ചെയ്തു? പണിമുടക്കി സമരത്തോട് സഹകരിക്കുകയാണ് ചെയ്തത്. വിദ്യാർത്ഥികൾ എന്ത് ചെയ്തു? ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ സർക്കാർ സ്കൂളുകളും കോളേജുകളും ബഹിഷ്കരിച്ചു. അവർ ദേശീയ വിദ്യാലയങ്ങളിൽ ചേർന്ന് പഠനം തുടർന്നു. ബനാറസിലെ കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, അലിഗറിലെ ജാമിയ മിലിയ ഇസ്ലാമിയ. ബനാറസിലെ കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, അലിഗറിലെ ജാമിയ മിലിയ ഇസ്ലാമിയ എന്നിവ എന്തായിരുന്നു? അക്കാലത്ത് ആരംഭിച്ച ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിരുന്നു. ഗോത്ര ജനത എങ്ങനെയാണ് സഹായിച്ചത്? ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ വന നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് ഗോത്ര ജനത സമരത്തിൽ സഹായിച്ചത്. അടുത്ത് കർഷകർ എന്ത് ചെയ്തു? കർഷകർ ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ അവധ് കിസാൻ സഭ രൂപീകരിച്ചത് ഇക്കാലത്തായിരുന്നു. ധാരാളം കർഷകർ എന്ത് ചെയ്തു? സമരത്തിൽ പങ്കാളികളായിട്ടുണ്ടായിരുന്നു. ആ കാലത്ത് തന്നെ ആരുടെ നേതൃത്വത്തിലാണ്? ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ എന്ത് രൂപീകരിച്ചു? അവധ് കിസാൻ സഭ രൂപീകരിച്ചു. ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ അവധ് കിസാൻ സഭ രൂപീകരിച്ചു. ഇക്കാലത്തായിരുന്നു ബംഗാളിൽ, അത് ആ കാലത്തായിരുന്നു, നിസ്സഹകരണ സമര കാലത്തായിരുന്നു അവധ് കിസാൻ സഭ രൂപീകരിച്ചത്. ബംഗാളിലെ കർഷക മേഖലയിൽ ചണം കൃഷി ബഹിഷ്കരണ സമരം നടന്നു. ചണത്തിന് പകരം നെല്ലും പരുത്തിയും കൃഷി ചെയ്യാനായിരുന്നു തീരുമാനം. അപ്പോൾ നിസ്സഹകരണ സമര കാലത്ത് നടന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മുന്നേറ്റമാണ് എന്തെന്ന് പറയുന്നത്. ബംഗാളിലെ കർഷകർ, ബംഗാളിലാണ് കൂടുതൽ ചണം, പശ്ചിമ ബംഗാളിലാണ് ചണം. അപ്പൊ ചണം എന്ത് ചെയ്തു? ചണം കൃഷി ബഹിഷ്കരിച്ചു. പകരം എന്ത് ചെയ്തു? നെല്ലും പരുത്തിയും കൃഷി ചെയ്യാൻ തീരുമാനിച്ചു. ചണത്തിനു പകരം നെല്ലും പരുത്തിയും കൃഷി ചെയ്യാനുള്ള കാരണം എന്താണ്? ചണത്തിനു പകരം നെല്ലും പരുത്തിയും കൃഷി ചെയ്യാൻ എന്താണ് കാരണം? ചണത്തിന്റെ ലഭ്യത ഇല്ലാതാക്കി ബ്രിട്ടീഷ് ഉടമസ്ഥയിലുള്ള ചണമില്ലുകളെ പൂട്ടിയിടുക. ചണം നമുക്ക് ഇല്ലാതാക്കിയിട്ട് എന്ത് ചെയ്യുക? ബ്രിട്ടീഷ് ഉടമസ്ഥയിലുള്ള ചണമില്ലുകളെ പൂട്ടിയിടുക. പിന്നെ നെൽകൃഷി വ്യാപനം, ഭക്ഷ്യലഭ്യത ഉറപ്പാക്കുക. നെൽകൃഷി വ്യാപിപ്പിച്ച് എന്ത് ചെയ്യുക? ഭക്ഷ്യലഭ്യത ഉറപ്പാക്കുക. പരുത്തി ലഭ്യമാക്കുക വഴി നെയ്ത്ത് ജോലിയും ഖാദി ഉൽപാദനവും വർദ്ധിപ്പിക്കുക. പരുത്തി ലഭ്യമാക്കുക വഴി എന്തൊക്കെ ചെയ്യുക? നെയ്ത്ത് ജോലിയും ഖാദി ഉപയോഗവും വർദ്ധിപ്പിക്കുക എന്നൊക്കെയായിരുന്നു ചണം ഉപേക്ഷിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. നിസ്സഹകരണ സമരം നടന്നുകൊണ്ടിരിക്കെ തന്നെ 1922 ഫെബ്രുവരി 5 ഉത്തർപ്രദേശിലെ ചൗരി ചൗരയിൽ സമരക്കാരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി. എന്ത് സംഭവിച്ചു? നിസ്സഹകരണ സമരം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എന്നാണ്? 1922 ഫെബ്രുവരി 5. 1922 ഫെബ്രുവരി 5 ഉത്തർപ്രദേശ്, എവിടെയാണ്? ഉത്തർപ്രദേശിലെ ചൗരി ചൗര എവിടെയാണ്? ഉത്തർപ്രദേശിലാണ് എന്നാണ് 1922 ഫെബ്രുവരി 5 ആരൊക്കെ തമ്മിലാണ്? പോലീസുകാരും സമരക്കാരും തമ്മിൽ സംഘർഷം ഉണ്ടായി. ഈ കൂട്ടത്തിൽ എന്ത് സംഭവിച്ചു? 22 പോലീസുകാർ കൊല്ലപ്പെട്ടു. 22 പോലീസുകാർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഗാന്ധിജി എന്ത് പറഞ്ഞു? അഹിംസയുടെ മാർഗം ജനങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗാന്ധിജി എന്ത് ചെയ്യുകയാണ് ചെയ്തത്?
നിസ്സഹകരണ സമരം നിർത്തിവെക്കുകയാണ് ചെയ്തത്. ഈ നിസ്സഹകരണ സമരം ഗാന്ധിജി നിർത്തിവെച്ചതുമായി ബന്ധപ്പെട്ട് എന്ത് സംഭവിച്ചു? സുഭാഷ് ചന്ദ്രബോസ് നിസ്സഹകരണ സമരം നിർത്തിവെച്ചതിനെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ തീരുമാനത്തെ ദേശീയ ദുരന്തം എന്നാണ് ആര് വിശേഷിപ്പിച്ചത്? സുഭാഷ് ചന്ദ്രബോസ് വിശേഷിപ്പിച്ചത്. നിസ്സഹകരണ സമരം നിർത്തിവെച്ചതിനെ സുഭാഷ് ചന്ദ്രബോസ് എന്തെന്ന് വിശേഷിപ്പിച്ചു? ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചു. എന്താണ് ചിരാല പെരാല? നിസ്സഹകരണ സമരകാലത്ത് ശ്രദ്ധേയമായ ജനകീയ സമരം നടന്ന ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിലെ ചെറുനഗരമായിരുന്നു ചിരാല പെരാല. അപ്പൊ എവിടെയാണ് ചിരാല പെരാല? ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ല. എവിടെയാണ്? ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിലാണ് ചിരാല പെരാല. എന്നാണ്? നിസ്സഹകരണ സമരത്തിനാണ് ചിരാല പെരാല ശ്രദ്ധേയമായത്. ഈ നഗരത്തെ മുനിസിപ്പൽ കോർപ്പറേഷനായി ഉയർത്താൻ ഗവൺമെന്റ് നീക്കം തുടങ്ങിയിരുന്നു. എന്തായി ഉയർത്താൻ? നഗരത്തെ മുനിസിപ്പൽ കോർപ്പറേഷനായിട്ട് ഉയർത്താൻ ഗവൺമെന്റ് നീക്കം തുടങ്ങിയിരുന്നു. ഇത് അവിടുത്തെ നികുതി ഭാരം വൻതോതിൽ വർദ്ധിക്കാൻ ഇടയാക്കുമായിരുന്നു. അപ്പോൾ നഗരത്തിൽ നിന്ന് മുനിസിപ്പൽ കോർപ്പറേഷൻ ആയാൽ അവിടുത്തെ നികുതി ഭാരം കുറച്ചുകൂടി വർദ്ധിക്കും. ഇതിനെതിരെയായിട്ട് ദുർഗിരാല ഗോപാലകൃഷ്ണ, ആരാണ്? ദുർഗിരാല ഗോപാലകൃഷ്ണ. ദുർഗിരാല ഗോപാലകൃഷ്ണയുടെ നേതൃത്വത്തിൽ 15,000-ഓളം വരുന്ന ജനങ്ങൾ നികുതി നിഷേധ സമരം നടത്തുകയും നഗരം ഒഴിഞ്ഞു പോവുകയും ചെയ്തു. 11 മാസക്കാലം ഇവരെന്ത് ചെയ്തു? മറ്റൊരിടത്താണ് കിടന്നത്. 11 മാസക്കാലം അവർ മറ്റൊരിടത്താണ് കഴിഞ്ഞത്. അപ്പൊ എന്താണ്? ചിരാല പെരാലയുമായി ബന്ധപ്പെട്ടത് ആരാണ്? ദുർഗിരാല ഗോപാലകൃഷ്ണയാണ്. ചിരാല പെരാല എവിടെയാണ്? ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിലാണ്. ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്യുകയും വിചാരണയ്ക്ക് ശേഷം 6 വർഷത്തെ തടവിന് ശിക്ഷിക്കുകയും ചെയ്തു. എന്താണ്? നിസ്സഹകരണ സമരവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ചൗരി ചൗര സംഭവവുമായി ബന്ധപ്പെട്ട് അതിനുശേഷം എന്ത് ചെയ്തു? ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്ത് 6 വർഷത്തേക്ക് തടവിന് ശിക്ഷിച്ചു. 6 വർഷം തടവിന് ശിക്ഷിച്ചതാണ് നമ്മൾ ആദ്യം വായിച്ചത്. ബ്രൂംഫീൽഡ് എന്ന് പറയുന്ന ജസ്റ്റിസ് എന്ത് ചെയ്തു? 6 വർഷത്തേക്ക് തടവ് ശിക്ഷ വിധിച്ചത്. CR ദാസ്, മോത്തിലാൽ നെഹ്റു തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ 1923 സ്വരാജ് പാർട്ടി രൂപീകരിച്ചു. അപ്പോൾ ആരൊക്കെ ചേർന്നാണ് സ്വരാജ് പാർട്ടി രൂപീകരിച്ചത്? CR ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്നാണ് 1923 സ്വരാജ് പാർട്ടി രൂപീകരിച്ചത്. നിയമനിർമ്മാണ സഭകളെ പോരാട്ടത്തിനുള്ള വേദിയാക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. അപ്പൊ എന്തായിരുന്നു അവരുടെ ലക്ഷ്യം? CR ദാസിന്റെയും മോത്തിലാൽ നെഹ്റുവിന്റെ ലക്ഷ്യം എന്തായിരുന്നു? നിയമനിർമ്മാണ സഭകളെ പോരാട്ടത്തിനുള്ള വേദിയാക്കുക. നിയമനിർമ്മാണ സഭകളെ പോരാട്ടത്തിനുള്ള വേദിയാക്കുക എന്നത് ആരുടെ ലക്ഷ്യമായിരുന്നു? സ്വരാജ് പാർട്ടിയുടെ ലക്ഷ്യമായിരുന്നു. CR ദാസും മോത്തിലാൽ നെഹ്റുവാണ് രൂപീകരിച്ചത്. 1923 രൂപീകരിച്ചത്. നിയമനിർമ്മാണ സഭകളിൽ സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളെ തുറന്നു കാണിക്കാൻ സ്വരാജ് പാർട്ടിക്ക് കഴിഞ്ഞു. എവിടെയാണ് അവർ അപ്പോൾ സർക്കാരിന്റെ വിരുദ്ധ നയങ്ങളൊക്കെ തുറന്നു കാട്ടിയത്? നിയമനിർമ്മാണ സഭകളിലാണ്. ഇത് ഓർത്തു വെച്ചേക്കുക. പിന്നെ എന്ത് സംഭവിച്ചു? ചൗരി ചൗര സംഭവത്തെ തുടർന്ന് നിസ്സഹകരണം പിൻവലിച്ചെങ്കിലും അത് ജനങ്ങളിൽ ആവേശം എന്ത് ചെയ്തില്ല? അവസാനിച്ചില്ല. ആന്ധ്രയിലെ ഗോത്ര ജനതാ സമരം ഇതിന് ഉദാഹരണമാണ്. അപ്പൊ ജനങ്ങളുടെ ആവേശം, അതായത് ജനങ്ങൾ സമരത്തിൽ നിന്ന് പിന്മാറിയില്ല എന്നുള്ളതിന് എക്സാമ്പിൾ ആണ് ആന്ധ്രയിലെ ഗോത്ര ജനതയുടെ സമരം. എന്താണ്? അല്ലൂരി സീതാരാമരാജുവിന്റെ നേതൃത്വത്തിൽ. ആരുടെ നേതൃത്വത്തിലാണ്? അല്ലൂരി സീതാരാമരാജുവിന്റെ നേതൃത്വത്തിൽ. എവിടെ? ആന്ധ്രാപ്രദേശിൽ അല്ലൂരി സീതാരാമരാജുവിന്റെ നേതൃത്വത്തിൽ റാംബാ ലഹള നടന്നു. അപ്പൊ റാംബാ ലഹള നിസ്സഹകരണ സമരത്തെ തുടർന്നുണ്ടായ ഒരു സമരമാണ് റാംബാ ലഹള. റാംബാ ലഹള നടന്നത് എവിടെയാണെന്ന് ചോദിക്കും. എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. റാംബാ ലഹളയ്ക്ക് നേതൃത്വം നൽകിയതാരാണ്? അല്ലൂരി സീതാരാമരാജു ആണ്. ബ്രിട്ടീഷ് വന നിയമങ്ങൾ കാരണം വനങ്ങളിൽ കാലിമേയ്ക്കാനുള്ള അവകാശങ്ങൾ തടയപ്പെട്ടതും കൊള്ളപ്പലിശക്കാരുടെ ചൂഷണവുമായിരുന്നു അവരെ സമരത്തിന് പ്രേരിപ്പിച്ചത്. അപ്പൊ റാംബാ ലഹളയ്ക്ക് പ്രേരിപ്പിച്ചത് എന്തൊക്കെയാണ്? വനനിയമങ്ങൾ കാരണം, ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയിരുന്ന വനനിയമങ്ങൾ കാരണം വനത്തിൽ എന്ത് ചെയ്യാൻ പറ്റിയിരുന്നില്ല? അവർക്ക് കാലിമേയ്ക്കാനുള്ള അവകാശം തടയപ്പെട്ടു. കൊള്ളപ്പലിശക്കാരുടെ ചൂഷണം. ഇതായിരുന്നു റാംബാ ലഹളയ്ക്ക് കാരണം എന്ന് പറയുന്നത്. നേതൃത്വം നൽകിയത് അല്ലൂരി സീതാരാമരാജു ആണ്. എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. 2500 ചതുരശ്ര മൈൽ ഭൂമേഖല സമരക്കാരുടെ നിയന്ത്രണത്തിലായിരുന്നു. മലബാർ സ്പെഷ്യൽ പോലീസ്, ആസാം റൈഫിൾസ് എന്നീ സൈനിക വിഭാഗങ്ങളെ ഉപയോഗിച്ചാണ് സമരം അടിച്ചമർത്തിയത്. അപ്പം എന്ത് സംഭവിച്ചു? ആന്ധ്രാപ്രദേശില് 2500 ചതുരശ്ര മൈൽ ഭൂമേഖല നമ്മുടെ സമരക്കാരുടെ നിയന്ത്രണത്തിലായിരുന്നു. മലബാർ സ്പെഷ്യൽ പോലീസ്, ആസാം റൈഫിൾസ് എന്നീ സൈനിക വിഭാഗങ്ങളെ ഉപയോഗിച്ചാണ് സമരം അടിച്ചമർത്തിയത്. അല്ലൂരി സീതാരാമരാജു എന്ത് സംഭവിച്ചു? സമരത്തിനിടയിൽ കൊല്ലപ്പെടുകയും ഉണ്ടായി. വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങൾ ശക്തിപ്പെട്ടതും ഏത് കാലത്തായിരുന്നു?
ഈ നിസ്സഹകരണ സമരത്തിന് ശേഷമുള്ള കാലത്തായിരുന്നു. പൂർണ്ണ സ്വാതന്ത്ര്യം എന്നായിരുന്നു ഈ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വെച്ച ലക്ഷ്യം എന്താണ്? പൂർണ്ണ സ്വാതന്ത്ര്യം. വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വെച്ച ലക്ഷ്യം എന്താണ്? പൂർണ്ണ സ്വാതന്ത്ര്യം എന്നതായിരുന്നു. ജവഹർലാൽ നെഹ്റുവും സുഭാഷ് ചന്ദ്രബോസും ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും അഭിസംബോധന ചെയ്തു. ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസും ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് വിദ്യാർത്ഥികളെയും യുവാക്കളെയും അഭിസംബോധന ചെയ്തു. എക്സാമിൽ ചോദിക്കാം, വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും അഭിസംബോധന ചെയ്തത് ആരാണ്? ജവഹർലാൽ നെഹ്റുവും സുഭാഷ് ചന്ദ്രബോസും ചേർന്നിട്ടാണ്. അടുത്ത്, നൂറ്റാണ്ട് തികയുന്ന കൂടിക്കാഴ്ച. നമ്മുടെ ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടിയത് എന്നാണ്? 1925 മാർച്ച് 12. ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടിയത് 1925 മാർച്ച് 12-നാണ്. എവിടെ വെച്ചാണ് കണ്ടുമുട്ടിയത്? വർക്കലയിലെ ശിവഗിരി മഠത്തിനടുത്തുള്ള വനജാക്ഷി മന്ദിരം. വനജാക്ഷി മന്ദിരം എവിടെയാണ്? വർക്കലയിലെ ശിവഗിരി മഠത്തിനടുത്താണ് വനജാക്ഷി മന്ദിരം. ഇവിടെ വെച്ചിട്ടാണ് ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടിയത് 1925 മാർച്ച് 12. 1925 മാർച്ച് 12. ഇതിന് ഒരു നൂറ്റാണ്ട് തികയുന്നതെന്നാണ്? 2025 മാർച്ച് 12-ന് ഈ കൂടിക്കാഴ്ചയ്ക്ക് ഒരു നൂറ്റാണ്ട് തികഞ്ഞു. 2025 മാർച്ച് 12-ന് ഈ കൂടിക്കാഴ്ചയ്ക്ക് ഒരു നൂറ്റാണ്ട് തികഞ്ഞു.